എൻ്റെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരുന്നതായിരിക്കും. ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ചക്കക്കൂട്ടാൻ്റെ റെസിപ്പിയാണ്. ഇത് വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചക്കക്കൂട്ടാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഇത്തിരി ചക്കയെ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഓരോ നാരായിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനാണ് വിചാരിക്കുന്നത്. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാനാണ്. ഏത് ഷേപ്പ്, ചെറിയ കഷ്ണാക്കണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഞാനിത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള നോക്കാം. ചക്കൻ്റെ കൂടെ ഉണ്ടല്ലോ കുറച്ച് ചക്കക്കുരുവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇളയതാണ് ചക്കക്കുരു, എന്നാലും കുഴപ്പമില്ല. ഇളയ ചക്കയായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മൂപ്പത്തി ചക്കക്കുരു ഒന്നുമല്ല. ഒരു 10 ചക്കക്കുരു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാട്ടോ ഇടുന്നത്. ഇതേപോലെ മുഴുവനായിട്ടല്ല, കാരണം രണ്ടും ഒന്നിച്ചാണ് വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് വേവണമെങ്കിൽ ചക്കക്കുരു കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒരു 10 ചക്കക്കുരു ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ചക്കക്കുരും അതേപോലെ തന്നെ ചക്കയും കൂടി ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് ഞാൻ കുറച്ചൊക്കെ നീളത്തിൽ കുറച്ചൊക്കെ അങ്ങനെ മറ്റേ ഇതൊക്കെ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം. ചെറുതാണെങ്കിൽ ആക്കാം, പക്ഷെ കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്നതാണ് എനിക്ക് ടേസ്റ്റും തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ജസ്റ്റ് ആ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. നിർബന്ധമൊന്നും ഇല്ല ഇടണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലും ഇട്ടിട്ടാണ് ചെയ്യുന്നത്. സമയമില്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ 3-4 വിസിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുത്തപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് ഇതിട്ടിട്ട് ചൂടാക്കി എടുക്കാം. ഒന്നാമത് ഇളയതായതുകൊണ്ട് ഇങ്ങനെ കാണുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലൊരു കൊഴുപ്പ് വരുമായിരുന്നു ചക്കക്ക്. പക്ഷെ ഇപ്പം അത് അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം മാത്രം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക്, പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു 3-4 കഷ്ണം വെളുത്തുള്ളിയാണ് ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂടുതലും കുറവാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര ഇപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റിന് അങ്ങനെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് വലിയ ജീരകം ചൂടാക്കി പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടിച്ചത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ജീരകം 1 ടീസ്പൂൺ എങ്ങാനും ആഡ് ചെയ്ത് കൊടുത്താലും മതി. അതേപോലെ തന്നെ അപ്പോൾ എന്തായാലും നമ്മൾ അരച്ചെടുക്കുന്നതല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പൊടിച്ചെപ്പോഴും എടുത്ത് വെക്കുന്നതുകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇനി ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇതേപോലെ തന്നെയാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആ ഒരു ചൂടൊടുക്ക് തന്നെ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്, കാരണം ഒന്ന് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കണം. അല്ലാതെ കുറേ ചൂടാവുകയൊന്നും വേണ്ട, പക്ഷെ ഒന്ന് ആ ഒരു പച്ചമണം ഒന്ന് ജസ്റ്റ് മാറണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം ഇതിട്ട ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചക്കൻ്റെ അളവിനനുസരിച്ചിട്ട് മാറും കേട്ടോ. ഈ കൂട്ട് തേങ്ങൻ്റെ എത്ര എടുക്കണം എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ കയ്യിലോട്ട് അമർത്തി കൊടുക്കാം, മിക്സ് ആവുമല്ലോ.
പൊടിഞ്ഞ് നല്ല മിക്സ് ആയിട്ട് കിട്ടും. ചക്കക്കുരു ഇട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ചക്കക്കൂട്ടാൻ. അപ്പോൾ കുറച്ച് ചക്കക്കുരും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതൊന്ന് മൂടി വെക്കാം ഒരു 5-10 മിനിറ്റ്. അപ്പോൾ ആ ഒരു വേവ് നിന്നിട്ട് നല്ലോണം ഒന്ന് തേങ്ങ ഇതുമായിട്ട് മിക്സ് ആവുകയും ചെയ്യും, ഒന്ന് ചെറുതായിട്ടൊന്ന് വേവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഇത് മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ നെക്സ്റ്റ് അതിന് ജസ്റ്റ് ഒന്ന് വറുത്തിടുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ, പാത്രം ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക്. എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് സിമ്മിലാക്കിയ ശേഷം ഒരു 1.5 ടീസ്പൂണ് കടുകും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചക്കക്കൂട്ടാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സാക്കി എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.